ഹായ് ഓൾ, വെൽക്കം ടു സൈലം ഗുരു. അപ്പം നമ്മുടെ കേട്ടിട്ട് പരീക്ഷ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 10 ചോദ്യങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടവയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 5, 3, 2, 4 എ എന്ന സംഖ്യയിലെ അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ 3ന്റെ ഗുണിതവുമായാൽ എയുടെ സ്ഥാനത്ത് വരുന്ന അക്കമേത്? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. തന്നിരിക്കുന്ന സംഖ്യയിൽ ഇപ്പോൾ നമുക്ക് 5, 3, 2, 4 കൂടെ എന്താ ഒരു എ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് ഏത് അക്കമാണ് വരുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താ? അക്കങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ? വ്യത്യസ്തമായ, അതായത് 5, 3, 2, 4 അല്ല, വ്യത്യസ്തമായൊരു അക്കമാണ്. ഇനി 3ന്റെ ഗുണിതമാണിത്. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ സ്ഥാനത്ത് ആരായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. ഒരു സംഖ്യ 3ന്റെ ഗുണിതമാണെങ്കിൽ അല്ലെ, ഇവിടെ അത് പറയുന്നുണ്ട് 3ന്റെ ഗുണിതമാണെന്ന്. ഒരു സംഖ്യ 3ന്റെ ഗുണിതമാവണമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാവണം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് 5 + 3 + 2 + 4 പ്ലസ് ആ എ എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ ഏതാണോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് എന്തായിരിക്കണം? 3ന്റെ ഗുണിതമായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പം നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഈ അക്കങ്ങളുടെ തുകയോട് ഈ ഓപ്ഷനിലെ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3ന്റെ ഗുണിതം കിട്ടാന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 5 + 3 + 2 + 4 + എ എന്നാണ് തന്നിട്ടുള്ളത്. 5ഉം 3ഉം 2ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. അപ്പോൾ 14 + എ ആണ് അല്ലേ? ഇനി ഈ എയുടെ സ്ഥാനത്ത് ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ആയിരിക്കും വരിക. അപ്പം നമുക്ക് ഓപ്ഷൻ എ എടുക്കാം. ഓപ്ഷൻ എ 7 ആണ് അല്ലേ? 7 ആണ്. അപ്പം നമുക്ക് 14 + 7 ചെയ്ത് നോക്കാം. 14 + 7 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 21 അല്ലേ? ഈ 21 3ന്റെ ഗുണിതമാണോ? അതെ, 21 എന്താണ്? 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന സ്ഥാനത്ത്, എയുടെ സ്ഥാനത്ത് വരേണ്ട അക്കം ഏതായിരിക്കും? 7 ആയിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 14 + 8 അല്ലെ? 14നെ 8 കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് 22 ആണ് കിട്ടുന്നത്. 22 എന്തല്ല? 3ന്റെ ഗുണിതമല്ല. ഇനി സി എടുത്തു നോക്കിക്കോളൂ. 14 + 9 23 ആണ് കിട്ടുന്നത്. 23ഉം 3ന്റെ ഗുണിതമല്ല. അപ്പോൾ നമുക്ക് 7 കൂട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് 21ആയ 3ന്റെ ഗുണിതം കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ 7 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയാം. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 12% ലാഭത്തിന് വിറ്റപ്പോൾ 500 രൂപ കിട്ടി. പുസ്തകത്തിന്റെ വാങ്ങിയ വില എന്താണ്? അല്ലേ? അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് നമ്മളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില അല്ലെങ്കിൽ ഒറിജിനൽ പ്രൈസ് ആയിട്ട് നമുക്ക് 100 എന്നെടുക്കാം. ഇനി അതിന് ലാഭമാണ് കിട്ടിയതെങ്കിൽ, ഇപ്പോൾ 10% ലാഭമാണെങ്കിൽ ആ ലാഭം നമുക്ക് 110 എന്നെടുക്കാം. ഇനി ലാഭം 15% ആണെങ്കിൽ ആ ലാഭത്തെ നമുക്ക് 115% എന്നെടുക്കാം. ഇനിയിപ്പോൾ 10% നഷ്ടമാണെങ്കിലോ അതിന് നമുക്ക് 90 എന്നെടുക്കാം. അതായത് ലാഭം എന്ന് പറയുമ്പോൾ ആ ലാഭത്തെ 100നോട് കൂട്ടുകയും നഷ്ടം എന്ന് പറയുമ്പോൾ ആ നഷ്ടത്തെ 100ൽ നിന്നും കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്, ആ കച്ചവടക്കാരൻ 12%ന് വിറ്റപ്പോൾ 560 രൂപയാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ 12% ലാഭം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 112 അല്ലെ? ഈ 112 ആണ് ഇവിടെ 560 എന്ന് തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പുസ്തകത്തിന്റെ വാങ്ങിയ വിലയാണ്. പുസ്തകത്തിന്റെ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ അതായിരിക്കും ഒറിജിനൽ പ്രൈസ്, അതായത് 100. ആ 100 എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. 100 എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 100 ഗുണിക്കണം
560/112 ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 112 560 5 തവണയാണ് പോവുക. അപ്പോൾ 100 ഗുണിക്കണം 5 500 രൂപയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ വാങ്ങിയ വില എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 500 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വാങ്ങിയ വില. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിട്ട് നമ്മൾ 100 എന്നെടുക്കണം. അതിന് ലാഭമാണെങ്കിൽ എത്രയാണോ ലാഭം തന്നിട്ടുള്ളത് അത് 100നോട് കൂട്ടുക. ഇനി നഷ്ടമാണെങ്കിൽ എത്രയാണോ നഷ്ടം തന്നിട്ടുള്ളത്, നഷ്ടശതമാനം തന്നിട്ടുള്ളത്, അതിനെ 100ൽ നിന്നും കുറയ്ക്കുക. എന്നിട്ട് ഈ രീതിയിൽ കണ്ടെത്തിയാൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. രാവിലെ 4:40 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഒരു KSRTC ബസ് അന്നേ ദിവസം വൈകിട്ട് 4:20 തിരുവനന്തപുരത്ത് എത്തുന്നു എങ്കിൽ യാത്രക്കെടുത്ത സമയം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 10 മണിക്കൂർ 40 മിനിറ്റ്, 10 മണിക്കൂർ 20 മിനിറ്റ്, 11 മണിക്കൂർ 40 മിനിറ്റ്, 11 മണിക്കൂർ 20 മിനിറ്റ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രാവിലെ 4:40 എന്ന് പറയുമ്പോൾ 4:40 AM മുതൽ 4:20 അല്ലേ? അന്നേ ദിവസം 4:20 എന്ന് പറയുമ്പോൾ PM. 4:40 PM മുതൽ 4:40 AM മുതൽ 4:20 PM വരെ എത്ര സമയമുണ്ട് എന്ന് കണ്ടെത്തിയാൽ മതി ഇവിടെ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് രാവിലെ 4:40 AM തൊട്ടിട്ട് അല്ലേ, പിന്നീട് നമുക്ക് എന്ത് പറയാം, ഒരു 11:40 വരെ അല്ലേ, 11:40 AM വരെ എത്ര മണിക്കൂറുണ്ട്? 4:40 കഴിഞ്ഞാൽ 5:40, 6:40, 7:40, 8:40, 9:40, 10:40, 11:40, 7 മണിക്കൂർ വരും അല്ലേ. ഇനി ഈ 11:40 മുതൽ ഏകദേശം നമുക്ക് 11:40 മുതൽ 3:40 വരെ എത്ര സമയമുണ്ട് നോക്കാം. അതായത് നമുക്ക് 4:20 വരെയാണ് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പം 4:20ന്റെ തൊട്ട് വരുന്ന 40 മിനിറ്റിൽ അവസാനിക്കുന്നത് 3:40 ആണല്ലോ. അപ്പോൾ 11:40 മുതൽ 3:40 വരെ എത്ര സമയമുണ്ട്? 11:40 കഴിഞ്ഞാൽ 12:40, 1:40, 2:40, 3:40. അപ്പോൾ 4 മണിക്കൂർ അവിടെയുണ്ട്. ഇനി നമുക്ക് ഈ 3:40 മുതൽ 4 മണി വരെ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കൂ. 3:40 മുതൽ 4 മണി വരെ ഇനി ഒരു 20 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അതുപോലെ 4 മണി മുതൽ 4:20 വരെ എത്രയാ? ഒരു 20 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത്രയുമാണുള്ളത്. ഇത് സമയം കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് 4:40 മുതൽ 4:20 വരെ ഒന്ന് എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്ര മണിക്കൂറും എത്ര മിനിറ്റാണ് വരുന്നത് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 11 മണിക്കൂറും 40 മിനിറ്റുമാണ് നമുക്ക് കിട്ടുക. എത്രയാണ്? 11 മണിക്കൂറും 40 മിനിറ്റും. അത് നമ്മുടെ ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 11 മണിക്കൂർ 40 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 4:40 AM മുതൽ 4:20 PM വരെ എത്ര മണിക്കൂർ, എത്ര ടൈം ഗ്യാപ്പ് എന്നാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നാലാമത്തെ ചോദ്യം, 3, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്താണ്? 3, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ 3, 4, 5 എന്നീ സംഖ്യകളുടെ ലാസാഗു അഥവാ LCM കണ്ടെത്തണം. അപ്പോൾ 3, 4, 5 തുടർച്ചയായ സംഖ്യകളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുന്നത് 3 ഗുണിക്കണം 4 ഗുണിക്കണം 5 നമുക്ക് 60 കിട്ടുന്നത്. എന്ത്? LCM, ലാസാഗു അല്ലേ. ഇനി ഇവിടെ ശിഷ്ടം 1 വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 60നോട് 1 കൂട്ടി 62 ആയിരിക്കും നമ്മുടെ ഉത്തരം. ക്ലിയർ ആയോ? തന്നിരിക്കുന്ന സംഖ്യകൾ അല്ലേ, ആ സംഖ്യകളുടെ LCM കണ്ടെത്തുക, അതിനോട് 1 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 60 + 1 ഇവിടെ എത്രയാണ് വരിക? 61 വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം, 61. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ
ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം, അല്ലേ? അപ്പം നമുക്കറിയാം ഒരു മട്ടത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ, അല്ലേ? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പൈത്തഗോറസ് തിയറം, അല്ലേ? അതായത് ഈ ഹൈപ്പോട്ടന്യൂസ് ഇതാണ്, ബേസ് ഇതാണ്, ഓൾട്ടിറ്റ്യൂഡ് ഇതാണ്, അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും കർണത്തിന്റെ സ്ക്വയർ എന്താണോ അത് തന്നെയായിരിക്കും പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്യുന്ന ഉത്തരം. അപ്പോൾ നമ്മൾ ഈ മട്ടത്രികോണത്തിലെ ഏറ്റവും വലിയ വശം എല്ലായ്പ്പോഴും ആരായിരിക്കും? കർണമായിരിക്കും, അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയുടെ സ്ക്വയർ എത്രയാണോ അത് തന്നെയാണ് ബാക്കി രണ്ട് സംഖ്യകളുടെയും സ്ക്വയറുകളുടെ സമ്മിന് തുല്യമായിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ സംഖ്യകളെല്ലാം മട്ടത്രികോണത്തിന്റെ എന്താണ്? വശങ്ങളാണ്. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മട്ടത്രികോണത്തിന്റെ വശം അല്ലാത്തത് ഏതാണ്? സോ ഈ പറയുന്ന പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യാത്ത സംഖ്യകൾ ആരോ അവരായിരിക്കും നമ്മുടെ ഉത്തരം. നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് ഓപ്ഷൻ എ എടുക്കാം. ഓപ്ഷൻ എയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 5. 5ന്റെ സ്ക്വയർ 25ആണ്. ഇനി മറ്റ് രണ്ട് സംഖ്യകൾ ചെറിയ സംഖ്യകളായ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 9 പ്ലസ് 16, അല്ലേ? അതും നമുക്ക് എന്ത് തന്നെ കിട്ടി? 25 എന്ന് കിട്ടി. അതുകൊണ്ട് ഓപ്ഷൻ എ എന്താ? മട്ടത്രികോണം ആണല്ലേ? അപ്പോൾ മട്ടത്രികോണത്തിന്റെ വശങ്ങളാണ്, നമുക്ക് അല്ലാത്തതാണ് വേണ്ടത്. സോ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം, ഓപ്ഷൻ ബിയിലേക്ക് പോകാം. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. പിന്നീട് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36 പ്ലസ് 64 ആണ്. അതും എന്താണ്? 100 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും നമുക്ക് എന്ത് കിട്ടി? മട്ടത്രികോണത്തിന്റെ വശങ്ങളാണ്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഓപ്ഷൻ ഡിയിലേക്ക് ഒന്ന് പോവാം. ഓപ്ഷൻ ഡി ഒന്ന് നോക്കൂ. ഏറ്റവും വലിയ സംഖ്യ 18 ആണ്. 18ന്റെ സ്ക്വയർ വരുന്നത് 324. ഇനി ചെറിയ രണ്ട് സംഖ്യകൾ നോക്കാം. 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ 81ഉം 144ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 225 ആണ് കിട്ടുന്നത്. ഈ രണ്ട് സംഖ്യകൾ തുല്യമാണോ? അല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഈ ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്ന 9 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 18 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആ 3 വശങ്ങൾ മട്ടത്രികോണത്തിന്റെ വശങ്ങളല്ല എന്ന് പറയാം. ഓപ്ഷൻ ഡി ആണ് അപ്പം നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ആറാമത്തെ ചോദ്യം നോക്കാം. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 51 ആണ് എങ്കിൽ അവയുടെ തുക എത്രയായിരിക്കും? അപ്പോൾ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതുപോലെ ചോദ്യം വന്നാൽ, അതായത് തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഒരു സംഖ്യ തന്നിട്ട് എങ്കിൽ അവയുടെ തുക എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം ഈ സംഖ്യ തന്നെ ആയിരിക്കും. എങ്കിലും നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ 2 സംഖ്യകൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സ് ഒരു സംഖ്യ ആണെങ്കിൽ തുടർച്ചയായ സംഖ്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാ? എക്സ് പ്ലസ് 1 ആയിരിക്കും, അല്ലേ? ഇപ്പം നമ്മൾ 5 എന്നൊരു സംഖ്യ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന സംഖ്യ 5 പ്ലസ് 1 എന്താ? 6 ആണ്, അല്ലേ? അപ്പോൾ സംഖ്യ എക്സ് ആണെങ്കിൽ തൊട്ടടുത്ത് എടുക്കുന്ന സംഖ്യ എക്സ് പ്ലസ് 1 ആയിരിക്കും. ഇനി ഇവരുടെ വ്യത്യാസം, അപ്പം നമുക്ക് എപ്പോഴും വ്യത്യാസം വലുതിൽ നിന്നും ചെറുതാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നോക്കാം. എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ, അല്ലേ? സംഖ്യകളുടെ വർഗങ്ങളുടെ എന്ന് പറയുന്നുണ്ട്. അത് വർഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്ക്വയർ എടുക്കണം. മൈനസ് എക്സ് സ്ക്വയർ, കണ്ടോ? സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിയത്. അതാണ് എത്ര തന്നിട്ടുള്ളത്? 51 എന്ന് തന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് ഈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ സമം 51 എന്ന് കിട്ടും. ഈ എക്സ് സ്ക്വയറിനെ രണ്ടിനെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2x സമം 51 മൈനസ് 1 എന്നാവും. എക്സ് സമം 50/2 25 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവരുടെ തുകയാണ്, അവയുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് 25 ആണെങ്കിൽ അടുത്ത സംഖ്യ 26 ആയിരിക്കില്ലേ? എക്സ് പ്ലസ് 1. അപ്പോൾ 25ഉം 26ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 51 തന്നെയാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്ത് നോക്കുന്നതിനേക്കാളും ഇതേ രീതിയിലാണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും എന്താവുക? ഉത്തരവായിട്ട് വരിക. നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം. കഴിഞ്ഞ വർഷം 6500 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിളിന്റെ വില ഈ വർഷം 8% കുറഞ്ഞു.
സൈക്കിളിന്റെ ഇപ്പോഴത്തെ വിലയെ സൂചിപ്പിക്കുന്നത് ഏത്? അപ്പോൾ നമ്മൾ തൊട്ടു മുൻപേ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്ന ഒരു ചോദ്യം കണ്ടിരുന്നു അല്ലേ? അപ്പോൾ അവിടെ ഞാൻ എന്താ പറഞ്ഞത്, ഒരു വസ്തുവിൻ്റെ ഒറിജിനൽ പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില നമ്മൾ എന്തായിട്ട് എടുക്കണം, 100 എടുക്കുക. എന്നിട്ട് അതിനിപ്പോൾ കുറച്ച് ലാഭം, ഒരു 10% ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ 100നോട് 10 കൂട്ടിയെടുക്കണം. അതുപോലെ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 100ൽ നിന്നും 10 കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു ചോദ്യം വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ അതിനകത്ത് നിന്ന് എഴുതാനായിട്ട് പറ്റും. കഴിഞ്ഞ വർഷം 6500 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിളിൻ്റെ വില ഈ വർഷം 8% കുറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പം കഴിഞ്ഞ വർഷം അത് വാങ്ങുമ്പോൾ ഫുൾ ഒറിജിനൽ ആയിട്ടുള്ള പ്രൈസ് എത്രയായിരുന്നു? 6500 ആയിരുന്നു. അതായത് 100 എന്ന് പറയുന്നത് 6500 ആയിരുന്നു. ഇനി അതിപ്പോൾ എന്തായി? 8% കുറഞ്ഞു അല്ലേ? 8% കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് 92ആയി. 100ൽ നിന്നും 8 കുറച്ച് നമുക്ക് എന്താ കിട്ടുക? 92. അത് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ വർഷം 8% കുറഞ്ഞു. അപ്പോൾ ഇപ്പോഴുള്ള സൈക്കിളിൻ്റെ വിലയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ നമുക്ക് വരിക? 92 × 6500 / 100 എന്നാണ് നമ്മൾ നോർമലി ഇത് ചെയ്യുക. ഇനി ഇത് നമ്മുടെ ഓപ്ഷനിൽ എവിടെയാണെന്ന് കണ്ടെത്തിയാൽ മതി. ഇതിന് ഞാനൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. 6500 × 92/100 എന്നും ഈ എഴുതിയിരിക്കുന്നതിനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത് എവിടെയാണ് ഓപ്ഷനിലുള്ളത്? കിടക്കുന്നു ഓപ്ഷൻ സിയിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ 6500 × 92/100 എന്നുള്ളതാണ് ഈ സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ വിലയെ സൂചിപ്പിക്കുന്നത്. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ A+B = 15 എന്ന് തന്നിട്ടുണ്ട്. AB = 54 ആയാൽ 1/A + 1/B എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1/A + 1/B എന്നുള്ളതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിങ്ങോട്ടും പോവും. A + B/AB എന്നാവും. A + B 15 ആണ്, AB 54 ആണ്. അപ്പം നമുക്ക് ഇവിടെ 15/54 എന്ന് എഴുതാം. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5/18 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 9ാമത്തെ ക്വസ്റ്റ്യൻ. 1/2 + x / 1 - 1/2x = 1 ആയാൽ എക്സിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തെഴുതാം. 1/2 + x / 1 - 1/2x = 1 അല്ലേ? ഇനി ഇതിനെ ഈ 1നോട് ഗുണിച്ചാൽ 1/2 + x = 1 - 1/2x എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് എല്ലാം ഒരു ഭാഗത്തും സംഖ്യകളെല്ലാം ഒരു ഭാഗത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് x + 1/2x = 1 - 1/2 എന്ന് എഴുതാം അല്ലേ? 1ഉം 1/2 കൂടെ കൂട്ടിയാൽ നമുക്ക് 3/2x എന്ന് കിട്ടും. ഇവിടെ 1ൽ നിന്നും അര പോകുമ്പോൾ ഒരു 1/2 ബാക്കിയുണ്ടാവും. രണ്ട് വശത്തു നിന്നും 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ അതായത് 3x = 1ഉം x = 1/3 എന്നും കിട്ടും അല്ലേ? നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ്, 1/3 ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ x - 1/x = a ആയാൽ x² + 1/x² വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ സൈൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ x - 1/x എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ x - 1/x കാണാൻ ഈ തന്നിരിക്കുന്ന, അതായത് x - 1/xൻ്റെ വില എത്രയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ സ്ക്വയറിനോട് 2 കൂട്ടിയാൽ മതിയാവും. ഓക്കെ, a² + 2 ആണ് ഇവിടെ ഉത്തരവായിട്ട് വരിക. ഇനി x + 1/x ആണ് a എന്ന് തരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം a² - 2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ x - 1/x ആണ് a തന്നിട്ടുള്ളത്, എന്നിട്ട് x² + 1/x² ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ തരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂ ആയ a അതിൻ്റെ സ്ക്വയർ അല്ലേ, അത് ചിലപ്പോൾ സംഖ്യകളായിരിക്കും തരിക, ആ സംഖ്യയുടെ സ്ക്വയർ +2 ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, a² + 2. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോളുക. ഇതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.